നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജീവ് സാറിനെ ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. 6 വർഷം കഴിഞ്ഞില്ലേ ശാലിനി? ഇതുവരെ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഇത് തന്നെ നോക്ക് രാജീവ് സാറെ, മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതാ ഞാൻ എന്റെ ഭൂതകാലം. എന്നെ വേട്ടയാടാൻ അതിനി പിന്നാലെ വരില്ലെന്നായിരുന്നു വിചാരം. പക്ഷേ അതിനൊരു കഥാപാത്രം കയറി വന്നു, കുറുപ്പ് സർ. അതിന് പിന്നാലെ മറ്റുള്ളവര് കൂടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കഥയിൽ നിന്നും പോയൊരു കഥാപാത്രം മറ്റൊരു കഥയിൽ ജീവിച്ചു തുടങ്ങിയെങ്കിലും ആ കഥാപാത്രം എങ്ങോട്ട് പോയെന്നറിയാനുള്ളൊരു അവകാശം മറ്റു കഥാപാത്രങ്ങൾക്കും ഇല്ലേ ശാലിനി? അതുപോലെ തന്നെ തിരിച്ചു. രാജീവ് സാറിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? ശാലിനിയായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ളവരെ ഒക്കെ. എന്നെ പറ്റി ഇപ്പോ ഒരു ഏകദേശ ചിത്രം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ മറ്റുള്ളവരാരാണ്? എനിക്കും ശാരിക്കും കോണ്ടാക്ട് ഉള്ളത് ശ്യാമയായിട്ട് മാത്രമാണ്. ശാരദാമ്മ ശാലിനിയുടെ അച്ഛനൊക്കെ എങ്ങോട്ട് പോയെന്നൊരു വിവരവുമില്ല. അത് ശ്യാമയ്ക്കും അറിയത്തില്ല. അറിയിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ട്. എവിടെ? അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സർ. അല്ല, അവരിനി ഒരിക്കലും നാട്ടിലേക്കില്ല? അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും നാട്ടിലേക്ക് എത്തിയ അവരും അവിടെ ഉണ്ടാവും. അതെന്നാണ്? അതെനിക്കും അറിയില്ല. അപ്പോ ശാലിനി ശാരദാമ്മയായിട്ടുള്ളൊരു കോണ്ടാക്ട്? ഫോണിൽ സംസാരിക്കും. നേരിട്ട് കണ്ടിട്ട് 6 വർഷം. അതെന്തു പറ്റി? അതൊരു വ്രതമാണെന്ന് കൂട്ടിക്കോ. കഴിഞ്ഞോ രാജീവ് സാറിന്റെ ചോദ്യങ്ങള്? എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു ശാലിനി. ഇനി ഒന്നുകൂടെ ഉള്ളൂ. കഥയിൽ നിന്നും പോയ കഥാപാത്രങ്ങളെ പറ്റിയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. അത് കഴിഞ്ഞും കഥ തുടർന്നു. അതറിയണ്ടേ? കഥാപാത്രത്തിന് അതറിയണ്ടെങ്കിലോ? വിഷ്ണു ലോക്കപ്പിൽ കിടക്കുകയാണെങ്കിലും? If you don't have anything else. മറ്റൊന്നുമില്ല ശാലിനി. എനിക്കൊരു കനേഡിയൻ ട്രിപ്പുണ്ട്. ഒരാഴ്ച കഴിഞ്ഞേ മടങ്ങും. ശാലിനി മറന്നു കളഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് ഇനിയും കഥാപാത്രങ്ങൾ മടങ്ങി വരാതിരിക്കാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ശാലിനി കുറുപ്പസാനോട് പറഞ്ഞെന്നറിഞ്ഞു കഥാപാത്രങ്ങൾ മാറുമ്പോ കഥയും മാറുമെന്ന്. എല്ലാവരുടെയും കഥ തീരുമാനിക്കുന്നത് ദൈവമല്ല ശാലിനി. ചില കഥകൾ എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത് മടങ്ങി വരുന്ന കഥാപാത്രങ്ങളൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ വന്നതാ. മുത്തശ്ശിയെ കാണാൻ അങ്ങോട്ട് വരണ്ട. മുത്തശ്ശി മരിച്ചു. എന്തുപറ്റി പെട്ടെന്ന്? സുഖമില്ലാതെ കിടപ്പിലായിരുന്നില്ലേ? അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ അവസാനായിട്ട് മുത്തശ്ശി ഒന്ന് വന്ന് കണ്ടേനെ. കഷ്ടമായിപ്പോയി. നല്ല മുത്തശ്ശിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വന്നിട്ട്? അവിടെ പ്രത്യേകിച്ച് ആരുമില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഞാനിത് മുത്തശ്ശിക്ക് കൊണ്ടുവന്നത് ഇന്നലെ എന്റെ കല്യാണ നിശ്ചയായിരുന്നു. അതിന്റെ പലഹാരങ്ങളാ. ഇതുവരെ കൊണ്ടുവന്നിട്ട് ഞാനിത് തിരിച്ചു കൊണ്ടുവന്നില്ല. വീണ ഇത് കയ്യിൽ വെച്ചോളൂ. ആ, പിടിക്കു കൂട്ടി, ഞാൻ പോട്ടെ. ഒരുപാട് സന്തോഷത്തോടെ ഇറങ്ങിയതാ. മുത്തശ്ശിയുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.
വന്നിട്ട് കുറച്ചേരായി. പോവാ. ഇതെന്താ ഇത്? മുത്തശ്ശിയെ കാണാൻ ഒരു കുട്ടി വരാറുണ്ടായിരുന്നില്ലേ? നിത്യ. ആ കുട്ടി കൊണ്ടുവന്നതാ. എന്നിട്ടാ കുട്ടി എവിടെ? ഇവിടെ ഉണ്ടോ? പോയി. മുത്തശ്ശി മരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോ കേറുന്നില്ല എന്ന് പറഞ്ഞു. ഓ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കമലേ, നമുക്കിറങ്ങാം. നമ്മൾ വന്നത് എവിടെ കാണാനാ? കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് അവന്തിക പറഞ്ഞതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും. അതുകൊണ്ട് നമുക്കിറങ്ങാം. അച്ഛാ, നിങ്ങളെപ്പോ വന്നു? കുറച്ചു നേരമായി. പിന്നെന്താ വിളിക്കാഞ്ഞത്? അല്ല, നിങ്ങൾ പോവാറിങ്ങാണോ? അത് എന്തു പറ്റി? ഞാനാ അവരോട് പോവാൻ പറഞ്ഞത്. എന്തിന്? പുറത്തേക്ക് പോയ അച്ഛൻ തിരികെ വരുമ്പോ ഇവിടെ പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ. എന്ത് പ്രശ്നങ്ങൾ നടക്കാതിരിക്കാൻ? ഇവരെ ഇവിടേക്ക് വിളിപ്പിച്ചത് ഞാനാണ്. അപ്പൊ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നീ മാത്രം നോക്കിയാൽ എങ്ങനാ? ഈ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായി എല്ലാവരുടെയും മനസമാധാനം കളയുന്നത് എന്നെ കൂടെ ബാധിക്കുന്ന കാര്യല്ലേ? ഇവര് രണ്ടുപേരും അർച്ചനയുടെയും ആതിരയുടെയും അച്ഛനും അമ്മയാ. ഇവിടെ വരുന്നതും മക്കളെ കാണുന്നതും എങ്ങനെയാണ് എടുത്തി പ്രശ്നമായിട്ട് മാറുന്നത്? ഏട്ടത്തെയായിട്ട് ഇനി സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. സച്ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ചേച്ചിയാണെന്നാണോ? ഇവരിവിടെ വരുന്നത് അങ്കിളിന് നമുക്ക് ഇഷ്ടമാവില്ലെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നിർത്തടി. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നിന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളിൽ അല്ലാതെ നീ സംസാരിക്കരുത്. നീ ആരാ ഇവരിവിടെ വരുന്നത് ഇഷ്ടമല്ലെന്ന് പറയാനും ഇവരെ ഇറക്കി വിടാനും? ഇത് എന്റെ അച്ഛനും അമ്മയും കൂടിയാ. അപ്പോ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവര് വന്നെന്നിരിക്കും. ചിലപ്പോ താമസിച്ചെന്നും ഇരിക്കും. അതിനെ ആരുടെ അനുവാദം ഇവർക്ക് ആവശ്യമില്ല. ആരുടെയും. അതുകൊണ്ട് നീ അകത്ത് കയറിപ്പോ. പോവാൻ. എടുത്തി ഞാൻ വരാൻ പറയുന്നവരെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാനും മടക്കി അയക്കാനും ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞും ചെയ്തും എന്നെക്കൊണ്ട് മുഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിപ്പിക്കരുത്. എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് ഞാനീ പറയുന്നത്. അച്ഛനും അമ്മയും വന്നത് ആതിരയും അർച്ചനയും കാണാൻ വേണ്ടിയല്ലേ? അർച്ചന വന്ന് കണ്ടതിന് ശേഷം പോയാൽ മതി. ഇന്ന് പോകണമെന്ന് നിർബന്ധവും ഇല്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടാ വന്നേന്ന് പറഞ്ഞാൽ മതി.
പ്രശ്നം ഉണ്ടാക്കുന്നവരോട് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. അതിന് അച്ഛനായാലും മറ്റാരായാലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ടീച്ചർ. ഹലോ മഹി സാർ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. പറഞ്ഞോളൂ ടീച്ചർ. ഇന്ന് മാളവികയുടെ അമ്മയുടെ വീട്ടിൽ നിന്നും മാളവികയുടെ ഗ്രാൻഡ് മദറും അങ്കിളും കാണാൻ വന്നിരുന്നു. അവർ കുറെ സമയം മാളവികയോട് സംസാരിച്ചിട്ടാ പോയത്. മാളുവിനെ മറ്റാരും സ്കൂളിൽ വന്ന് കാണാൻ അനുവദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അവർ വന്നതും മാളുവിനെ കണ്ട് സംസാരിക്കുന്നതും അവർ പോകാൻ നേരത്താ ഞാൻ അറിഞ്ഞത്. ആ, ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് വലിയ കഷ്ടമാണ് ടീച്ചർ. എന്റെ മോളെ അവരെന്തെങ്കിലും പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയാൽ ആര് സമാധാനം പറയും? സാറിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ഇനി ആര് സ്കൂളിൽ വന്ന് മാളുവിനെ കാണാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ശരി സാർ. അവരെന്തിനായിരിക്കും മാളുവിനെ സ്കൂളിൽ ചെന്ന് കണ്ടത്? എന്റെ അടുത്തുനിന്ന് മാളുവിനെ പിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവരെന്തെങ്കിലും കള്ളക്കളികൾ നടത്തിയാൽ എല്ലാത്തിനെയും ഞാൻ മഹി, എന്താ മഹി, എന്തോ പറ്റി? എന്തോ തലവേദന പരിപാടി വന്ന് കയറിയെന്ന് തോന്നുന്നു. ബിസിനസ് പ്രശ്നങ്ങളാണോ? ബിസിനസ്സിൽ എന്ത് തലവേദന വന്നാലും ഞാനത് ഈസി ആയിട്ട് മാനേജ് ചെയ്യും. ഇനി കുറെ പ്രശ്നമുള്ള കാര്യമാണെങ്കിലും ഞാനത് മനസ്സിലേക്ക് കയറ്റില്ല. പിന്നെ നിനക്കിപ്പോ എന്താ പറ്റിയേ? ഇന്ദിര, ഗൗരിയുടെ അമ്മയും ഗോകുലും കൂടി സ്കൂളിൽ ചെന്ന് മാളുവിനെ കണ്ടിരിക്കുന്നു. അവർ കുറെ സമയം മാളുവിനോട് സംസാരിച്ചെന്നാ ടീച്ചർ പറഞ്ഞത്. എടാ, അതിന് നീ എന്തിനാ എത്ര ടെൻഷൻ ആവുന്നേ? പിന്നെ ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാവുന്നല്ലേ ഇന്ദ്ര? അവരെന്തൊക്കെയാ മാളുവിനോട് പറയുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? അവര് മാളുവിനോട് എന്തു പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അവരുടെ ഒരു കളത്തിലോ മാളുവിന്റെ അടുത്ത് നടക്കില്ല. മാളു നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. പോരാത്തേന നിന്നോടും ഗംഗയോടും നല്ല സ്നേഹവുമാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് മാളുവിനെ പിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. പിന്നെ അവര് കേസും കോടതിയുമായി കയറി ഇറങ്ങുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. മാളു നിങ്ങളുടെ അടുത്ത് സുരക്ഷിതയാണെന്ന് തെളിയിച്ചാലേ അവർക്കതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ. അതൊക്കെ എനിക്കറിയാം ഇന്ദിര. എന്നാലും മനസ്സിൽ എവിടെ ഒരു പേടിയുണ്ട്. അതിന്റെ കാരണം എനിക്കറിയില്ല. അത് മാളുവിനോടുള്ള നിന്റെ സ്നേഹ കൂടുതൽ കൊണ്ട് നിനക്ക് തോന്നുക. നീ ഒരുപാട് സ്നേഹിച്ച ഗൗരിയെ നിനക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ വേദന നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അണയാതെ കിടപ്പുണ്ട്. ആ വേദന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയി പ്രതിഫലിക്കുന്നതാണ് നിന്റെ ടെൻഷൻ. അതിന്റെ ഒരാവശ്യമില്ല. നീ സമാധാനമായിട്ടിരിക്ക. മാളുവിനെ ആരും നിന്റെ അടുത്തൊന്നും കൊണ്ടുപോയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്നെല്ലാം ചേച്ചിയായിരുന്നു രക്ഷിച്ചത്? അതെ. ഞാൻ കരുതിയിരുന്നത് ശ്രീ മഹേശ്വരനെ എന്നെ രക്ഷിച്ചെന്നാ. ശരിക്കും അത് അങ്ങനെയല്ലേ? ശ്രീ മഹേശ്വരൻ അറിയാതെ ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല. എന്നെ കൃത്യസമയത്ത് എത്തിച്ച് ഗംഗയെ രക്ഷിക്കാനുള്ള പ്രാപ്തി തന്നതും അത് ചെയ്യിപ്പിച്ചതും എല്ലാം ഭഗവാൻ തന്നെയാ. സമാധാനായി. അയാൾ ഉപദ്രവിക്കാൻ വന്നാലും എന്നെ രക്ഷിക്കാൻ ചേച്ചിയുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കരുത് ഗംഗെ. ആർക്കും ഒരാളെയും എല്ലാ കാലവും രക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയില്ല. അതിന് നമ്മൾ സ്വയം പ്രാപ്തരാവണം.
നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അവരെ ഭയക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഹരം കൂടും. അവർ വീണ്ടും വീണ്ടും അതിന് ശ്രമിക്കും. അവർക്ക് ശക്തി കൂടുതലല്ലേ ചേച്ചി? നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റോ? നമ്മള് എത്രയൊക്കെ ശ്രമിച്ചാലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ ചിന്തയിൽ തന്നെ നീ തോറ്റുപോകും ഗംഗെ. ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പോലും ഇത്തരം ചിന്തകൾ മനസ്സിലുള്ളപ്പോ സാധിക്കില്ല. മറ്റുള്ളവർക്ക് ഇരകളാവാൻ നിൽക്കാതെ പ്രതികരിക്കേണ്ടവരാ നമ്മൾ സ്ത്രീകൾ. ഒരിക്കൽ നമ്മൾ എതിർത്ത് തോൽപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവര് നമ്മുടെ മുന്നിൽ വരാൻ പോലും ഭയക്കും. ഒരു ആനയെ ചെരിക്കാൻ ഉറുമ്പിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ആണിനെ ചെറുക്കാൻ നമുക്ക് പറ്റുന്നില്ല? ഇനി രാഹുൽ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ രക്ഷിക്കാൻ ഞാൻ വരില്ല. നീ സ്വയം രക്ഷപ്പെടണം. നിന്റെ ഉള്ളിലെ ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. പ്രതികരിക്കണം. ശ്രീ മഹേശ്വരന്റെ ഭാര്യയായ പാർവതി ദേവിയെ അസുരന്മാർ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ശ്രീ മഹേശ്വരൻ രക്ഷിക്കാൻ വന്ന കഥ കേട്ടിട്ടില്ലേ? അന്ന് തന്നെ രക്ഷിക്കാൻ വരാത്തത് എന്താണെന്ന് ഭഗവാനോട് ദേവി ചോദിച്ചപ്പോ ശ്രീ മഹേശ്വരൻ പറഞ്ഞ മറുപടി, ഈ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ കഴിവുള്ള നിന്നെ കേവലം ഒരു അസുരനിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ എന്തിനു വരണമെന്നാണ്. ആ വാക്കിൽ നിന്ന് സ്വയം തിരിച്ചറിഞ്ഞ ദേവി മഹാകാളിയായി അസുരന്മാരെ എല്ലാം കൊന്നൊടുക്കി. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെന്ന് നീ തിരിച്ചറിയണം ഗംഗേ. എപ്പോഴും ശത്രുവിനെ ജയിക്കാൻ ശക്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബുദ്ധി കൊണ്ടും ജയിക്കാം. ചേച്ചി പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ ഇനി പ്രതികരിച്ചോളാം. മിടുക്കി. എന്നാ ഗംഗയുടെ ജോലികൾ നടക്കട്ടെ. ഞാൻ പിന്നെ വരാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, എഴുന്നേക്ക്. ഇത്തിരി കഞ്ഞി കുടിച്ചേക്കോ? വേണ്ട മോളെ. ഇത്തിരിയെങ്കിലും കഴിക്കമ്മേ. എണീറ്റേ. വിശപ്പില്ലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അമ്മയും കൂടി ഇങ്ങനെ കിടന്നാ ഞാൻ എന്തു ചെയ്യും? മുത്തശ്ശി നമ്മളെ വിട്ട് പോയ ശേഷം മുത്തശ്ശി മുറി വിട്ട് പുറത്തു വന്നിട്ടില്ല. നിർബന്ധിച്ചാ മാത്രം എന്തെങ്കിലും അല്പം കഴിക്കും. അമ്മയുടെ കാര്യവും ഇപ്പൊ അങ്ങനെ തന്നെയാ. ഉള്ളത് അമ്മ പോയതോടെ ഈ വീടിന്റെ വിളക്കല്ലേ അണഞ്ഞു പോയത്. അച്ഛന്റെ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. കരയല്ലേ? ഇനി മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിന്ന് ഈ വീട് കൊണ്ടുപോകേണ്ടത് അമ്മയല്ലേ? കഴിക്കമ്മേ. മതി മോളെ. ശ്രീകുട്ടിയെ സഞ്ജു പോയി വിളിച്ചിട്ട് അവള് മടങ്ങി വരാൻ കൂട്ടാക്കുന്നില്ലല്ലോ മോളെ. ചേച്ചി വലിയ ദേഷ്യത്തിലമ്മേ. അവള് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞത് കൂടിയില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ പിടിച്ചു നിർത്തുമായിരുന്നു. ഞാൻ പലവട്ടം അവളെ വിളിച്ചതാ. ഫോൺ എടുക്കുന്നത് കൂടിയില്ല. അമ്മ ചേച്ചിയുടെ അമ്മയെ വിളിച്ചില്ലേ? വിളിച്ചു. പക്ഷെ
കാഞ്ചനയ്ക്ക് പറയാൻ മറുപടി ഒന്നുമില്ല. അവള് കാഞ്ചനയോട് ഒന്നും വിട്ടു പറയുന്നില്ല. കാഞ്ചന ഇവിടെ എന്താ സംഭവിച്ചെന്ന് തിരിച്ച് എന്നോട് ചോദിക്കുന്നത്. അമ്മയുടെ മോൻ ചേച്ചിയുടെ പിണക്കം എല്ലാം മാറ്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. കവിത ഇതിനിടയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. അതാ എന്റെ പേടി. അമ്മയുടെ മരണം കൂടി ആയപ്പോ വല്ലാത്തൊരു ഭയം എന്റെ മനസ്സിനെ വല്ലാതെ പിടിമുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ വലിയ ആപത്തുകൾ ഇനിയും വരാൻ കാത്തു നിൽക്കുന്നത് പോലെ. ശ്രീകുട്ടി കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുതെന്ന് ഇപ്പൊ എന്റെ പ്രാർത്ഥന. എല്ലാം ശരിയോമ്മേ, ഞാനല്ലേ പറയുന്നേ. അമ്മ കുറച്ചുകൂടി കഞ്ഞി കഴിക്കാം. ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. മതി മോളെ, ഞാൻ പിന്നെ കുടിച്ചോളാം. അവിടെ വെച്ചേക്ക്. ഇനി മോള് പോയി കഴിക്കാം. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്ന് സഞ്ജു ശ്രീകുട്ടിയും 2 വീടുകളിലായി താമസിക്കേണ്ടി വരുമായിരുന്നോ? ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി കാണിക്ക്. അന്ന് സച്ചിക്ക് നിന്റെ ഭർത്താവാരെന്ന് അറിയില്ലായിരുന്നു. ഗോവിന്ദിന്റെ കാര്യം അങ്ങനെയല്ല, എല്ലാം അവനറിയാം. ഇപ്പൊ വന്ന ഭാഗ്യം നീയായിട്ട് തട്ടി മാറ്റരുത്. വീട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഗോവിന്ദിനുണ്ട്. ഉപദേശിക്കാനല്ലാതെ മറ്റെന്തിനു കഴിയും? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത് ഭാഗ്യമെന്നേ ഞാൻ പറയും. അമ്മുനെ എന്റെ കൊച്ചുമോളായിട്ടാണ് ഞാൻ കാണുന്നത്. സഞ്ജു ഒന്നും പറഞ്ഞില്ല. എനിക്കിതിനേക്കാൾ വലിയ സന്തോഷം എന്തായിട്ടുള്ളത്? അമ്മു എന്നും എന്നെ അവളുടെ രക്ഷകനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും അവളുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടാണ് ലച്ചുവിനെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്ന് അങ്ങനൊരവസ്ഥയിൽ ഒരുപക്ഷെ ഗോവിന്ദും ഞാൻ ചെയ്ത് തന്നെ ചെയ്തു പോയെന്ന് വരും. ഒരു പക്ഷേ അല്ല സഞ്ജു, ആ ക്ഷേത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ലച്ചുവിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമായിരുന്നു. മുത്തശ്ശൻ ഞങ്ങളെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി സഞ്ജു അവളെ രക്ഷിച്ച് എന്റെ കയ്യിൽ തന്നെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. കേട്ടല്ലോ മണിക്കരെ, ഇവൻ ലച്ചുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന്. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാനാ? ഇതൊരു ദൈവനിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അവൾ ഈ വീട്ടിലേക്ക് വന്നത് മാത്രമല്ല, അവൾ മനയിലേക്ക് വന്നതും അങ്ങനെ തന്നെ. ഞാൻ ലച്ചുവിനോടൊന്ന് സംസാരിക്കട്ടെ. ആശ സംസാരിച്ചു നോക്കും. അവളൊന്ന് ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കും. പിന്നെ ശ്രീകുട്ടി വീട്ടിൽ ചെന്ന് നിൽക്കുന്ന സമയമായതുകൊണ്ട് അനുകൂലമായി അവൾ ഒന്നും പറയില്ലെങ്കിലും മനസ്സിനൊരു ഇളക്കം വന്നുകൂടായില്ല. ഞാൻ പോയി കണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ചെല്ല്. അമ്മ എവിടെ കാവേരി? അവളകത്തുണ്ട്. അതിഥികൾ വന്നതൊന്നും അവൾ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലച്ചുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല, ചായ കുടിച്ചിട്ട് പോയിട്ട് വന്ന് കുടിച്ചോളാം. ശരി, വാ. തിരുമേനി, പച്ച ചായ വേണ്ട, അവിടെ കൊടുക്ക.
ഇപ്പൊ വേണ്ടല്ല, ചായ കുടിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരുവിധം നാടകം കളിച്ച് വിശാലിനെ കൊണ്ട് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെപ്പിക്കുന്ന നിലയിൽ എത്തിച്ചു. പക്ഷെ പാർവതി, അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല, തീർച്ചയായും അവൾ ഇതിന് സമ്മതിക്കില്ല. അവളെ കൊണ്ട് ഇതിന് സമ്മതിപ്പിക്കാൻ എന്താ ഒരു മാർഗം? വിശാലിന്റെ ആവശ്യമായി ഇത് പാർവതിയെ അറിയിക്കണം. അങ്ങനെ അവനെ കൊണ്ട് അവളെ സമ്മതിപ്പിച്ചെടുക്കണം. അമ്മേ, അമ്മേ, രജിസ്ട്രേഷന്റെ കാര്യം ഞാൻ നമ്മുടെ വക്കീലിനോട് സംസാരിച്ചു. എന്നിട്ട് 2 ദിവസം രജിസ്ട്രാർ ഓഫീസ് അവധിയാ. അത് കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്യാന്നാ വക്കീല് പറഞ്ഞത്. അല്ല മോനെ, ഇപ്പോഴും ഞാൻ പറയുക, ഞാൻ എന്റെ വിഷമം പറഞ്ഞേ ഉള്ളൂ. അതിന്റെ പേരില് തിടുക്കപ്പെട്ട് സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെക്കണമെന്നൊന്നുമില്ല. ഇതിനി വച്ച് താമസിപ്പിക്കണ്ട. സ്വത്തുക്കളെല്ലാം ഉടനെ തന്നെ അമ്മയുടെ പേരിലേക്ക് മാറ്റണം. അത് അമ്മയുടെ പേരിലിരിക്കുന്ന തന്നെയാണ് നല്ലത്. മോനെ, എന്നാലും അമ്മ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എടാ മോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വക്കീലിനോട് സംസാരിച്ചത് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നിന്റെ അച്ഛന്റെ സമ്മതം വാങ്ങണ്ടേ? അതൊക്കെ ഞാൻ വാങ്ങിക്കോളാന്ന് പറഞ്ഞില്ലേ? ശരി, ഗോപിയേട്ടന് എതിർപ്പുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷെ പാർവതിയോട് സംസാരിക്കണ്ടേ? എടാ, തീർച്ചയായിട്ടും പാർവതിയോട് നീ ഇതിനെ കുറിച്ച് സംസാരിക്കണം. പാർവതി ഇതിന് സമ്മതിക്കും അമ്മേ. അവളെന്തിനാ ഇതിനെ എതിർക്കുന്നത്? വിശാൽ, അങ്ങനെ ഒരു മുൻവിധിയോടെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് നമുക്ക് പോണ്ട. പാർവതി സമ്മതിക്കുമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം പ്രൊസീഡ് ചെയ്തിട്ട് ഒടുവിൽ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് അവൾക്ക് ഈ സ്വത്ത് കൈമാറ്റത്തിന് സമ്മതമില്ല എന്ന് പറഞ്ഞ അവിടെ വെച്ച് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അവളങ്ങനെ എതിർപ്പുണ്ടാവില്ലായിരിക്കാം. എങ്കിലും അവൾക്കിതിന് പൂർണ്ണ സമ്മതം ഉണ്ടോ എന്ന് 1 അല്ല 10 തവണയെങ്കിലും ചോദിച്ച് സമ്മതം വാങ്ങണം. അമ്മേ, ഞാനിത് അവളോട് സംസാരിച്ചതാ. സംസാരിച്ചോ? അത് ശരി. എന്നിട്ട്? അവള് മറുപടിയൊന്നും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നതേ ഉള്ളൂ. അവളുടെ ആ മൗനം നമുക്ക് സമ്മതമായി കരുതാം. ഒരുപക്ഷെ ആ മൗനം അവളുടെ എതിർപ്പാണെങ്കിലോ? അങ്ങനെ അവൾ എതിർക്കോ? എന്തായാലും മോൻ അവളോട് ഒന്നുകൂടി ചോദിച്ച് ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത്. പാർവതി അവളുടെ നാവുകൊണ്ട് ഇതിന് സമ്മതമാണെന്ന് പറഞ്ഞ അമ്മയുടെ ഈ ടെൻഷൻ മാറുമല്ലോ. പാർവതിയെ കൊണ്ട് തന്നെ അമ്മയുടെ പേരിലേക്ക് ഈ സ്വത്തുക്കളൊക്കെ എഴുതരാൻ സമ്മതമാണെന്ന് ഞാൻ പറയിപ്പിക്കാം. അതുപോലെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛൻ പാർവതി കണ്ടോ? പാർവതിയോ? ഇല്ലല്ലോ. എന്താ, അവളോട് ഇല്ലേ? ഇല്ല. അവളിത് എങ്ങോട്ട് പോയി? ഒരു അത്യാവശ്യ സമയത്ത് അവളിത് എങ്ങോട്ട് പോയി? അത്യാവശ്യ സമയോ? അല്ല, എന്ത് അത്യാവശ്യം? അച്ഛാ, പാർവതിയുടെ പേരിലുള്ള നമ്മുടെ കുടുംബ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതി അമ്മയുടെ പേർക്ക് എഴുതി കൊടുക്കാന്ന് തീരുമാനിച്ചു. അത് ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു. അന്നേരം അമ്മ പറയുക, പാർവതിയുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിലേ ഈ സ്വത്തുക്കൾ അമ്മ സ്വീകരിക്കുമെന്ന്. പാർവതിക്ക് എന്തായാലും
ഇതിൽ വിസമ്മതം കാണില്ല, അതെന്തായാലും ഉറപ്പാ. അവളുടെ ആ സമ്മതം അമ്മയോടൊന്ന് നേരിട്ട് പറയണം. അതിനുവേണ്ടിയാ ഞാൻ പാർവതി അന്വേഷിക്കുന്നത്. എടാ, നീ എന്താടാ ഈ പറയുന്നേ? ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു സ്വത്ത് കൈമാറ്റം? ഈ സ്വത്തുവകകളൊക്കെ സ്വന്തം പേരിൽ വേണമെന്നും പറഞ്ഞ് പ്രഭാവതി നിന്നെ നിർബന്ധിച്ചോ? പ്രഭാവതി ആവശ്യപ്പെട്ടതുകൊണ്ടാണോ നീ ഈ സ്വത്തുക്കളെല്ലാം പ്രഭാവതിക്ക് എഴുതി കൊടുക്കാൻ പോകുന്നേ? ഏയ്, അമ്മ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്വത്തുക്കൾ അമ്മയ്ക്ക് കൊടുത്ത അമ്മയുടെ ഒരു വലിയ വിഷമം മാറിക്കിട്ടും, നാണക്കേട് ഒഴിവായി കിട്ടും. അതിലൂടെ ധാരാളം നന്മകളുണ്ടാവും. നന്മയ്ക്കോ? എന്ത് നന്മ? എടാ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രഭാവതിക്ക് എന്ത് വിഷമം, എന്ത് നാണക്കേട്? അച്ഛാ, നമ്മുടെ തൊഴിലാളികൾക്ക് കുറച്ച് വസ്തുക്കൾ അമ്മ ദാനമായി കൊടുത്തിരുന്നു. ആ വസ്തുക്കൾ ഇപ്പൊ എഴുതി കിട്ടണമെന്ന് പറഞ്ഞ് അവരമ്മയോട് ബഹളം കൂട്ടുക. പക്ഷേ ഈ സ്വത്തുക്കളൊന്നും അമ്മയുടേതല്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് അവർക്ക് കൊടുത്ത വാക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല. ഇതിന് പകരം വേറെ വസ്തുക്കൾ തൊഴിലാളികൾക്ക് എഴുതി കൊടുക്കാന്ന് വെച്ചാൽ അമ്മയ്ക്ക് വേറെ സ്വത്തുക്കളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ നാണക്കേടും വിഷമം ഒഴിവാക്കാൻ വേണ്ടി പാർവതിയുടെ പേരുള്ള വസ്തുക്കൾ അമ്മയ്ക്ക് കൊടുക്കാന്ന് ഞാൻ കരുതി. എടാ, തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? അതിനെന്താ കുഴപ്പം? നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കാതെ നടത്തണമെന്നല്ലേ പ്രമാണം? അതെ, പാർവതിക്ക് ഇതിൽ വിസമ്മതം കാണില്ലെന്ന് നീ സ്വയം അങ്ങ് തീരുമാനിച്ചതാണോ? അല്ല. പിന്നെ? ഞാൻ ഇക്കാര്യം അവളോട് സംസാരിച്ചിരുന്നു. അപ്പൊ അവള് വേറെ എതിർപ്പൊന്നും പറഞ്ഞില്ല. സമ്മതമാണെന്ന് പാർവതി പറഞ്ഞോ? ഒന്നും മിണ്ടിയില്ല, മൗനമായി കേട്ടു തന്നു. അപ്പോ എന്താ അതിനർത്ഥം? മൗനം സമ്മതമാണെന്നല്ലേ? മൗനം സമ്മതമാണെന്ന് എങ്ങനെ കരുതാൻ പറ്റും? സമ്മതമാണോ ഇല്ലയോ എന്ന് പാർവതി തുറന്നു പറയട്ടെ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും പാർവതി തടസ്സം നിൽക്കില്ല അച്ഛാ. ഞാനേ അവൾ എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ഏതായാലും വിശാലിന്റെ ഈ നീക്കത്തെ തടയണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങളില്ലേ ഇവിടെ മോളെ? ഇതങ്ങ് ചൂടോടെ കുടിച്ച്. ലെമൺ ടീയാ, വോമിറ്റിംഗ് കുറയാൻ നല്ലതാ. കുടിക്ക്. ചൂടോടെ കുടിക്ക്. മോളെ, യാത്രയിലെല്ലാം നല്ല കെയർ വേണം കേട്ടോ. പിന്നെ ഈ തണുത്ത ഫുഡൊന്നും കഴിക്കാൻ നിൽക്കണ്ട. ശരി അമ്മ. ശരീരം പ്രത്യേകം ശ്രദ്ധിക്കണം. ഊണിലും ഉറക്കത്തിലും എപ്പോഴും വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം വേണം. ആ, കുളിച്ചിട്ട് രാസനാദിപ്പൊടി വെച്ചായിരുന്നോ? ഇത് കുടിച്ചിട്ടേ മോള് വേഗം പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ചൂടായിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരാം. അയ്യോ അമ്മ, അതൊന്നും വേണ്ട, ഛർദിക്കും. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഇനി വിശന്നിരുന്നാ ശരിയാവില്ല. ഉള്ളിക്കിടക്കുന്ന കുഞ്ഞിനാ കേട്. ഞാനേ ഓട്സ് റെഡിയാക്കാം. അതാവുമ്പോ നമുക്ക് കഴിക്കാൻ പ്രശ്നം ഉണ്ടാവില്ല.
അയ്യോ അമ്മേ, അത് വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഒന്നും വേണ്ട. നീ വെറുതെ ഷോപ്പിങ്ങിനൊന്നും പോകുന്നല്ലോ. സ്റ്റുഡിയോയിൽ മ്യൂസിക് റെക്കോർഡിങ്ങിന് പോവാ. അപ്പൊ അതിന്റേതായ റിസ്ക് ഉണ്ട്. അതെനിക്ക് മനസ്സിലാവും. മോൾ എന്തായാലും പോകാൻ റെഡിയായി വാ. അപ്പോഴേക്കും ഞാൻ നോട്ട്സ് റെഡിയാക്കി വെക്കാം. മോളെ നല്ല വിളി കേട്ടില്ലേ? തേൻ കിനിയാണല്ലോ. മായ പറഞ്ഞത് 100% ശരിയാ. ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇപ്പൊ ഇതിനെല്ലാം കാരണം. അതാ അമ്മ ഇപ്പൊ അവക്ക് തേനും പാലും ഒഴുക്കുന്നു. ഇപ്പൊ വയറ്റിലുള്ള ആ കുഞ്ഞ് അതിന് വേണ്ടത് ഇപ്പൊ തന്നെ ചെയ്തേക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ അമ്മേ, ഇതെന്താ അമ്മേ? ശ്യാമയ്ക്ക് ഓട്സ് റെഡിയാക്ക. അയ്യോ അമ്മേ, ഞാൻ ചപ്പാത്തിയും കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്യാമയ്ക്ക് കഴിക്കാൻ അത് മതിയല്ലോ. അവൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതല്ലേ, പാടാനുള്ളതാ. അതിന്റെ മണം ചിലപ്പോ പിടിക്കില്ല. ഓട്സ് ആവുമ്പോ പ്രശ്നമില്ലല്ലോ. എന്നാ അമ്മ മാറ്, ഞാൻ ഉണ്ടാക്കാം. ഏയ് ഒന്നും വേണ്ടെന്നേ. ആ ഇതിൽ കുറച്ച് ആ ഓട്സിലങ്ങിട്ട ശ്യാമയുടെ കാര്യം ഓക്കെ. അമൃതയുടെ അപ്പുറത്തേക്ക് പോയി. അമ്മ നിൽപ്പുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ. ആ, ക്യാഷ് ഡീലിംഗ് സംഘം ഓഫീസിലാ. അവിടെ ചെന്നിട്ട് ബില്ല് കൊടുക്കണം. അത് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഞാനൊന്ന് ലാപ്പ് നോക്കിയിട്ട് പറയാം. ആ, ഞാനെന്തായാലും ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തായാലും കട്ട് ചെയ്യണ്ട, ഹോൾഡ് ചെയ്യും. ഞാൻ നോക്കാം.
നിന്റെ വയറ്റിൽ ആ കുഞ്ഞുള്ളതല്ലേ അമ്മയുടെ ഈ മനംമാറ്റത്തിന് കാരണം. നിന്റെ കുഞ്ഞങ്ങ് പോയാ പഴയതിനേക്കാൾ അമ്മ നിന്നെ വെറുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സെർവന്റിന്റെ വേക്കൻസിയിലേക്കാണ് നിങ്ങൾ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ദേ എന്റെ കഴുത്തില് ഈ താലിമാല എന്തിനാ കെട്ടിയത്? അതൊരു പ്രതികാരമാണെന്ന് നീ കരുതിയാ മതി. എന്റെ ജീവിതം തകർത്ത് കളഞ്ഞതിനുള്ള പ്രതികാരം. നിങ്ങളുടെ ജീവിതം തകർത്തത് നിങ്ങൾ തന്നെയാ. അതിന് ഞാനല്ല ഉത്തരവാദി. ഇതല്ലേ സ്വഭാവം. ഭാര്യയോടും പോലീസ് മുറ. ആ മൈഥിലിക്ക് അവാർഡ് കൊടുക്കണം. സഹനശക്തിക്കുള്ള അവാർഡ്. എന്നെ വേലക്കാരിയായി നിയമിച്ചിരിക്കുന്നു. സമൂഹത്തിന് മുന്നിൽ നീ എനിക്ക് ഭാര്യയായിരിക്കും. പക്ഷേ ഈ വീട്ടിലും എന്റെ ബെഡ്റൂമിലും നീ എനിക്കൊരു വേലക്കാരി മാത്രമായിരിക്കും. ഞാനൊരു വേലക്കാരിയാണെന്ന് ദേ ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടണം. കുറെ ശമ്പളം അഡ്വാൻസ് ആയി തരണം. ശമ്പളം അഡ്വാൻസ് ആയിട്ട് തന്നാലേ പിന്നെ നിങ്ങൾ എന്നെ പറ്റിക്കില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ സാലറി അഡ്വാൻസ് തരുന്നത് നീ എന്റെ വേലക്കാരിയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയാ. പിടിക്ക. മൈഥിലി ഇട്ടേച്ചു പോയതോടെ നാണം കെട്ടുപോയ നീ ഓരോ ദിവസം ചെല്ലുംതോറും അടിക്കടി നാണം കെടുക. താലി കെട്ടി സ്വീകരിച്ച പെൺകുട്ടി ജീവിത പങ്കാളിയാണെന്ന് മനസ്സിലാക്കാതെ അവളെയും ലോക്കപ്പിൽ കിടക്കുന്നൊരു പ്രതിയായിട്ട് കണ്ടാൽ എങ്ങനെ ഇരിക്കുവടാ? അതിന്റെ ഒന്നാം പാഠം പഠിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവന്റെ ധാരണ മാറിയിട്ടില്ല. എടാ, പെണ്ണും മനുഷ്യജന്മമാടാ, മനുഷ്യത്വം ഇല്ലാത്തവനെ. പ്രസവിച്ച് നിന്നെ പോലുള്ള നന്ദി കെട്ടവരെ പാലൂട്ടി വളർത്തുന്നു എന്നതൊഴിച്ചാൽ പെണ്ണും ആണും തമ്മിൽ എന്ത് വ്യത്യാസമാടാ? നിന്റെ ഈ ഭരണം അവസാനിക്കുന്നത് നിന്റെ ഒരു പൊട്ടിക്കരച്ചിലായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. എന്റെ വീട്ടിൽ പലതും നടക്കും. എന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് ആരും എന്നെ പഠിപ്പിക്കണ്ട. നിക്കട അവിടെ. പേരുകുട്ടിയാണെന്ന് കരുതി വളരെ വാത്സല്യത്തോടെ വളർത്തിയതാ നിന്നെ. വാത്സല്യം ഞങ്ങളുടെ ഒരു ദൗർബല്യമാണെന്ന് നീ കരുതരുത്. പറഞ്ഞേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേവി, എന്തിനാ ഇങ്ങനെ യഥാസമയങ്ങളിൽ ഭക്ഷണം കൊണ്ട് തന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ പോകുന്നത്? ജയിലിലാണെങ്കിൽ പോലും പോലീസുകാർ ഭക്ഷണം ധരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് മിണ്ടും. ഇത് എന്തിനാ ദേവി എന്തെങ്കിലും മനഃപൂർവ്വം ഒഴിവാക്കുന്നത്? എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാതെ ചെമ്പകമംഗലത്ത് ജീവിക്കാൻ ഒരു റൈറ്റും ഇല്ലാതെ നിന്നപ്പോ എന്നെ രക്ഷിച്ച ഒരു അമ്മയെ ഓർത്ത് ആത്മഹത്യയിലേക്ക് പോകേണ്ട എനിക്ക്
ഒരു കൈ തന്ന് എന്നെ താങ്ങി നിർത്തിയ ആ അമ്മയായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള എന്റെ ലോകം. 3 മക്കളുണ്ടായിട്ടും തെറ്റ് ചെയ്ത മകനെ തള്ളിക്കളഞ്ഞ് എന്നെ സ്വന്തം മകളായി ദത്തെടുത്ത ആ അമ്മയോട് എനിക്ക് പെറ്റമ്മയേക്കാൾ കൂടുതൽ കടപ്പാടും സ്നേഹവും ഉണ്ട്. ആ അമ്മയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിക്കും. അതിലിനി മാറ്റമില്ല. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ഈ ജീവിതത്തിൽ ചെയ്യില്ല. അമ്മയെ ധിക്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടുകൂടെ? പുതിയതായിട്ട് എന്ത് കേൾക്കാനാ ജയേട്ടാ? ചെയ്ത തെറ്റുകൾ തിരുത്താനും മാപ്പ് പറയാൻ ഒരു അവസരം എനിക്ക് തന്നൂടെ ദേവി? കഴിഞ്ഞതൊക്കെ തിരുത്താനും മാനസാന്തരപ്പെട്ട് ജീവിക്കാനും നമ്മള് പുണ്യജന്മങ്ങളല്ലല്ലോ ജയേട്ടാ. പച്ച മനുഷ്യരല്ലേ. മീനാക്ഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോ അതൊന്നും തിരുത്തപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാ. അതിനുള്ള ഉത്തരവാ എന്റെ മകൾ മീനാക്ഷി. എന്റെ സങ്കടങ്ങളൊന്നും ഷെയർ ചെയ്യാൻ. അത്തരം സങ്കടങ്ങളൊക്കെ മനുഷ്യത്തെ കൂടെപ്പിറപ്പ ജയേട്ടാ. അവരവരുടെ സങ്കടങ്ങള് അവരവര് തന്നെ സഹിക്കുക. അതേ വഴിയുള്ളൂ. ഒരു ചെറു പുഞ്ചിരിയിൽ തീരാവുന്ന പരിഭവമാണ് പലതും. പക്ഷെ ആരും ചിരിക്കാറില്ല. കാരണം ചിരിയേക്കാൾ വലുതാണ് ദുരഭിമാനം. തെറ്റ്. ഇതില് ദുരഭിമാനമൊന്നുമില്ല ജയേട്ടാ. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവാ. അനുഭവങ്ങളല്ലേ എല്ലാവരുടെയും ഗുരു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.